രോഹി. ലച്ചുവിന്റെ കണ്ണുകൾ വിടർന്നു. എന്നാൽ രോഹിയുടെ മുഖത്ത് ഗൗരവമായിരുന്നു. രോഹി. ലച്ചു ബെഡിൽ നിന്നും ചാടിയിറങ്ങി അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. നിൽക്ക്. കെട്ടിപ്പിടിക്കാൻ ചെന്ന അവളെ കൈകൾ നിവർത്തി അവൻ തടഞ്ഞു. രോഹി, നീ എന്താ ഇപ്പൊ പുതിയ നാടകവുമായി ഇറങ്ങിയത്? നിന്റെ കോടീശ്വരൻ എവിടെ? അവൻ നിന്റെ സ്നേഹം കണ്ടില്ലേ? ഓ, അങ്ങനെ വരില്ലല്ലോ. നീ ഡെവിളല്ലേ? മനസ്സിലൊന്ന് വിചാരിച്ചാ അത് നടത്തിയെടുക്കുന്നവൾ. പിന്നിപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തതിൻ്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല. രോഹി, നീ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ഇപ്പോഴാടാ എല്ലാം തിരിച്ചറിഞ്ഞത്. നിനക്കെന്നെ ജീവനല്ലേ? ഞാൻ മാത്രമല്ലേ നിന്റെ മനസ്സിലുള്ളൂ? അതേടി, അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ നീ അത് കണ്ടോ? എന്നെയും എൻ്റെ പ്രണയത്തെയും പിൻകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞ് ചവിട്ടിയരച്ച് കടന്നു കളഞ്ഞില്ലേ നീ? എൻ്റെ ഉള്ളിൽ നീ മാത്രമാണെന്നറിഞ്ഞിട്ടും പരസ്പരം എല്ലാ അർത്ഥത്തിലും ഒന്നായിട്ട് പോലും നീ മറ്റൊരുത്തൻ്റെ പണം മോഹിച്ച് എന്നെ വിട്ടു പോയില്ലേ? കാലു പിടിച്ച് യാചിക്കുന്നത് പോലെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഹൃദയം നൊന്ത് കരഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ എന്നെ വിട്ടു പോകരുതെന്ന്, നിന്നെ പൊന്നുപോലെ നോക്കാന്ന്? എന്നിട്ട് നീ അത് കേട്ടോ? എന്നിട്ടിപ്പോ നാണം ഉണ്ടോടി നിനക്ക് എൻ്റെ കൂടെ? എന്നിട്ട് മറ്റൊരുത്തനെ ആഗ്രഹിക്കാൻ അവനും വേണ്ട എന്നായപ്പോ വീണ്ടും തീർക്കാൻ എന്നെ തേടി ഇറങ്ങിയതാണോ നീ? രോഹി. ഞെട്ടലോടെ അവൾ വിളിച്ചുപോയി. രോഹിത്തിന്റെ ആ മാറ്റം ഞെട്ടലോടെ വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നിൽക്കുകയാണ് മായയും സാന്ദ്രയും അജുവും. സാന്ദ്ര അജുവിനെ നോക്കി പുരികമുയർത്തി. അവൻ അറിയില്ലെന്ന് കൈമലർത്തി. രോഹി, നീ പറഞ്ഞത് മുഴുവൻ സത്യ. എനിക്ക് തെറ്റുപറ്റി. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിന്നെ വേണ്ടെന്ന് വെച്ച് ഞാൻ പോയി. പക്ഷേ അതെന്നെ വെറുക്കുന്ന ഒരാളെ തേടി തന്നെ. പക്ഷെ രോഹി, എനിക്കിപ്പോ നിന്നെ വേണോടാ. നീയേ ഉള്ളൂ എനിക്കിനി. വേറെ ആരും ഇല്ലടാ. എനിക്കാരെയും വേണ്ട. എനിക്ക് നിന്നെ വേണം. നിന്റെ പ്രണയം വേണം. അതിനി നടക്കില്ല ലക്ഷ്മി. നിനക്ക് തോന്നുമ്പോ വന്ന് തീർക്കാൻ ഞാൻ ഇനി നിന്ന് തരില്ല. എനിക്ക് ജീവിക്കണം. നല്ലൊരു പെണ്ണിനെ കെട്ടി സന്തോഷമായി ജീവിക്കണം. വേറൊന്നുമില്ലെങ്കിലും സാരമില്ല. അവൾ എന്നെ സ്നേഹിക്കണം, പ്രണയിക്കണം. അവളുടെ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊക്കെ എനിക്കിപ്പോൾ നിർബന്ധമുണ്ട്. അവൻ്റെ ലച്ചൂസെ എന്നുള്ള വിളി മാറിയത് അവളെ വേദനിപ്പിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. രോഹി, എല്ലാം എൻ്റെ തെറ്റാ. ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നീ ആഗ്രഹിക്കും പോലെ എൻ്റെ മനസ്സിലിപ്പോൾ നീ മാത്രമേ ഉള്ളൂ. നിന്നോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്ക് നീ ഒരവസരം കൂടി താടാ. നിന്റെ കാൽ കീഴിൽ ഒരു പട്ടിയെ പോലെ ഞാൻ ഉണ്ടാകും, എൻ്റെ മരണം വരെ. രോഹിത്തിന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. നീയോ? നിനക്കതിന് കഴിയില്ല ലക്ഷ്മി. നീ ആജ്ഞാപിച്ച് ശീലിച്ചവളാ. അടിമപ്പണി നിനക്ക് പറ്റില്ല. പിന്നെ എനിക്കാവശ്യം ഒരടിമയല്ല, എന്നെയും എൻ്റെ വീട്ടുകാരെയും സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന, മനസ്സിൽ നന്മയുള്ള ഒരു പെണ്ണിനെയാ. അല്ലാതെ നിന്നെ പോലെ ഡ്രഗ് യൂസ് ചെയ്ത് തീർക്കാൻ ആണുങ്ങളെ തേടിപ്പോകുന്ന ഒരുത്തിയല്ല രോഹി. ഞാൻ അങ്ങനെ ആരെയെങ്കിലും തേടി വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാ. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അവൾ അവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി. അവളുടെ മുഖം വിറച്ചു, വിരൽത്തുമ്പ് വിറച്ചു. എടാ, ഞാൻ ചെയ്തു കൂട്ടിയതൊക്കെയും തെറ്റാ, സമ്മതിച്ചു. പക്ഷെ ഈ നിമിഷം ഞാൻ അതിലൊക്കെയും പശ്ചാത്തപിക്കുന്നു. നിന്നോട് പറഞ്ഞു പോയതിലും ചെയ്തു പോയതിലും വേദനിക്കുന്നു. നിന്റെ സ്നേഹം കാണാനുള്ള കണ്ണ് അന്നെനിക്ക് ഈശ്വരൻ തന്നില്ലടാ. ഞാനത് മനസ്സിലാക്കി തിരിച്ചു വന്നപ്പോ നിനക്കെന്നെ വേണ്ടേ? എനിക്കിനി നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല രോഹി. ഞാൻ പ്രഗ്നന്റ് ആണടാ. മായയും സാന്ദ്രയും ഞെട്ടലോടെ നിന്നു. ഓ,
അപ്പം അതാണ് ഈ വരവിൻ്റെ ഉദ്ദേശം. അല്ലാതെ എന്നോടുള്ള ദിവ്യപ്രേമം കൊണ്ട് തിരിച്ചു വന്നതൊന്നും അല്ല. നീ എന്ത് കരുതിയടി? കണ്ടവന്റെ കൂടെ പോയി ഉണ്ടാക്കിക്കൊണ്ട് വന്നതിനെ എന്റെ തലയിൽ വെച്ച് കെട്ടാമെന്നോ? അവൻ അത് പറഞ്ഞു തീരും മുന്നേ അവളുടെ കൈ അവന്റെ മുഖത്ത് ശക്തിയിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. ഏവരും ഞെട്ടിപ്പോയി. ഇനി നീ ഒരക്ഷരം മിണ്ടിയാ കൊന്നുകളയും ഞാൻ നിന്നെ. അവൾ വിരൽ ചൂണ്ടി വിറച്ചു. എന്നിട്ട് തന്തയില്ലാത്ത നിന്റെ കുഞ്ഞിനെ പെറ്റു വളർത്തും ഞാൻ. ബോധമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നിന്റെ ചൂടും പ്രണയവും ഏറ്റുവാങ്ങാൻ മാത്രമേ ഈ ലച്ചു വന്നിട്ടുള്ളൂ. അത് നിനക്കറിയാഞ്ഞിട്ടല്ല. നിനക്കിപ്പോ എന്നെ ഒഴിവാക്കണം. ആയിക്കോ. പക്ഷെ അതിനുവേണ്ടി നിന്റെ ജീവനല്ല എൻ്റെ ഉള്ളിൽ തുടിക്കുന്നത് എന്ന് പറയരുത് നീ. നീ നിന്റെ മനസാക്ഷിയെ തൊട്ട് പറയടാ, ഇത് നിന്റെ കുഞ്ഞല്ലെന്ന്. ഞാൻ ചെയ്ത തെറ്റിനൊക്കെ നീ ഈ വിധത്തിലാണ് എനിക്ക് ശിക്ഷ വിധിക്കുന്നതെങ്കിൽ അതേറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. അതിൻ്റെ പേരിൽ ഈ കുഞ്ഞിനെ ഞാൻ കൊന്നുകളയില്ല. നിന്റെ പ്രണയത്തിൻ്റെ ഒരു ഓർമ്മ പോലെ ജീവിതകാലം മുഴുവൻ താലോലിക്കാൻ ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കും. ഞാൻ വളർത്തും നമ്മുടെ കുഞ്ഞിനെ. എനിക്കതിന് നിന്റെ സമ്മതം ആവശ്യമില്ല. ഇനി നിന്റെ മുന്നിൽ യാചിച്ചുകൊണ്ട് ഞാൻ വരില്ല. നിനക്ക് നിന്റെ ജീവിതം തേടാം. ഞാനൊരു തടസ്സമായി ഒരിക്കലും വരില്ല. അവൾ തൻ്റെ കയ്യിലെ ഐവി സെറ്റ് വലിച്ചൂരി എറിഞ്ഞു. മായയെയും സാന്ദ്രയെയും നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരുപാട് തെറ്റുകൾ നിങ്ങളോടും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്നോട് ക്ഷമിച്ചു. ഒരാപത്ത് വന്നപ്പോൾ കൈവിടാതെ കൂട്ടിരുന്നു. മറക്കില്ല ഒരിക്കലും. പോട്ടെ. അവൾ അവരുടെ കവിളിൽ ഉമ്മകൾ നൽകി. കണ്ണുനീർ നിറഞ്ഞ പുഞ്ചിരിയോടെ തിരിഞ്ഞു. രോഹിയെ നോക്കാതെ തന്നെ വാതിലിലേക്ക് നീങ്ങി. അജു, ഒരുപാട് നന്ദിയുണ്ട്. നിന്റെ വാക്കുകൾക്ക് വേണ്ടി വന്നു. നിന്റെ വാക്കുകൾ വേണ്ടി വന്നു എനിക്കെൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ. ആരോടും പരാതിയും പരിഭവവും ഒന്നുമില്ല. ഒരിക്കലും മറക്കില്ല. പോട്ടേടാ. നീ തറവാട്ടിലേക്കാണോ? അജു പെട്ടെന്ന് ചോദിച്ചു. അല്ലടാ, വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടതാ. പിഴച്ചു പോയവൾക്ക് തറവാട്ടിൽ സ്ഥാനമില്ല. ഇനിയിപ്പോ അങ്ങോട്ടില്ല. എനിക്കാരെയും വേണ്ട. എൻ്റെ കുഞ്ഞിനെ മാത്രം മതി. അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ അവനെ കടന്നു പോകാൻ തുനിഞ്ഞു. പെട്ടെന്ന് അവളുടെ കയ്യിൽ ഒരു പിടുത്തം വീണു. അജു ആകുമെന്ന് കരുതി അവൾ മെല്ലെ തിരിഞ്ഞു. രോഹി, എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ടാടി നീ പോണേ? അവളുടെ കണ്ണ് നിറഞ്ഞു. അറിയില്ല, ദൂരെ എവിടെയെങ്കിലും പോണം. നിന്റെ കണ്ണിൽ പെടാത്ത ദൂരത്തേക്ക്. അതിനാണോടി ഞാൻ ഇത്രയും കാലം നിന്നെ ഞാൻ എൻ്റെ നെഞ്ചിൽ പൊന്നുപോലെ കൊണ്ട് നടന്നത്? രോഹി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്കിട്ട് മുറുകെ പുണർന്നു. നീ എന്നെ വിട്ട് പോകാതിരിക്കാനാണടി ഇത്രയും വലിയൊരു ചതി നിന്നോട് ഞാൻ ചെയ്തത്. അല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഞാൻ എത്രയൊക്കെ കെഞ്ചിയിട്ടും നീ എന്നെ വിട്ടു പോകുമെന്ന് ഉറച്ചു നിന്നപ്പോൾ എനിക്ക് മറ്റൊരു വഴിയും തോന്നിയില്ല. എനിക്ക് നിന്നെ വേണമടി. ഞാൻ ആദ്യമായി പ്രണയിച്ചത് നിന്നെയാ. ആ നീ തന്നെ അവസാനം വരെയും കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ വേദനിച്ചിൻ്റെ 100-1 ഭാഗമെങ്കിലും നിന്നെ അറിയിക്കണ്ടേ? അതിനാ ഞാൻ എൻ്റെ കുഞ്ഞിനെ. എന്നോട് പൊറുക്കടി. നീ എന്നെ ഒരു വട്ടം വാക്കുകൾ കൊണ്ട് അവഗണിച്ചപ്പോൾ അപ്പം തന്നെ എനിക്ക് സഹിക്കുന്നില്ല രോഹി. അപ്പം നീ ഞാൻ കാരണം. ഐ ആം വെരി സോറിഡാ. സാരമില്ലടി, അതൊന്നും ഇനി ഓർക്കണ്ട. നിന്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. എന്നിട്ടും നീ വരാൻ ലേറ്റായി. നമ്മുടെ കുഞ്ഞിന് സുഖമല്ലേടാ? അവളുടെ മുഖം കയ്യിലെടുത്ത് നിറഞ്ഞ കണ്ണുകളോടെ ചോദിച്ചു.
അവൾ കണ്ണീരോടെ തലയാട്ടി. അവൻ ആവേശത്തോടെ അവളുടെ മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി. അതു കണ്ടുനിന്ന മൂവരും സന്തോഷത്തിൽ ആ കാഴ്ച ആസ്വദിച്ചു. അവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. കണ്ണുകൾ കൈയാൽ മറച്ചു കിടക്കുന്ന അരുണിനരികിലേക്ക് ടീച്ചർ വന്നിരുന്നു. മോനെ. അവൻ കൈ മാറ്റിയില്ല. കാരണം അവന്റെ നിറഞ്ഞ കണ്ണുകൾ അവർ കാണരുത് എന്നവൻ ആഗ്രഹിച്ചു. കണ്ണാ. അവനൊന്ന് മൂളി. അതിൽ ഇടർച്ച പോലും പെറ്റമ്മ മനസ്സിലാക്കി. എന്തിനാ എന്റെ കുട്ടി ഇങ്ങനെ നീറുന്നേ? നിനക്കവളെ ഇഷ്ടമാണെന്ന് അമ്മയ്ക്കറിയാം. എനിക്ക് വേണ്ടി എൻ്റെ മോനത് മറക്കാൻ ശ്രമിക്കുകയാണെന്നും അമ്മയ്ക്ക് ബോധ്യമുണ്ട്. അവൻ ഞെട്ടലോടെ മുഖത്തു നിന്നും കൈമാറ്റി അവരെ നോക്കി. അവൾ ആദ്യമായി നിനക്കെഴുതിയ ലെറ്റർ ആദ്യം വായിച്ചത് ഞാനാ. അന്നൊരു കുട്ടിക്കളിയായേ ഞാനത് കണ്ടുള്ളൂ. കാരണം അവൾക്കന്ന് 10 വയസ്സാ. അമ്മേ. പിന്നെ ഓരോ കാരണവും പറഞ്ഞ് നിന്റെ പിന്നാലെ അവൾ കൂടി. അവൾക്ക് നിന്നെ ജീവനാണെന്നും ആദ്യം തിരിച്ചറിഞ്ഞത് ഞാനാ. നീ +2 പഠിക്കുമ്പോൾ നിന്നെ കാണാൻ വന്ന അവളെ ഞാൻ വഴക്ക് പറഞ്ഞു. അതവളോടുള്ള ഇഷ്ടക്കേടുകൊണ്ടല്ല. നിനക്കറിയാലോ എല്ലാം. നിന്നെ ഡൽഹിയിൽ അയക്കാനുള്ള കാരണവും അവളാ. അപ്പോഴെങ്കിലും അവൾ നിന്നെ മറക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ പെട്ടി പാക്ക് ചെയ്തപ്പോൾ അവളുടെ ലെറ്റേഴ്സ് എല്ലാം നീ ഭദ്രമായി പൊതിഞ്ഞെടുത്തു. വിളിക്കുകയോ സംസാരിക്കുകയോ കാണുകയോ ചെയ്യാതെയും നിന്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നിന്റെ പിന്നാലെ നടന്ന ഇന്ദുവിനെ ഒഴിവാക്കാൻ മാത്രം അവൾക്കെന്ത് കുറവായിരുന്നു ഉള്ളത്? ഒരേ പ്രൊഫഷൻ, കാണാൻ അതിസുന്ദരി, പോരെങ്കിൽ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന കുട്ടിയും. അമ്മേ, നീ എന്നെങ്കിലും എന്നോട് മനസ്സ് തുറക്കുമെന്ന് ഞാൻ കരുതി. കുഞ്ഞിലേ മുതലുള്ള അവളുടെ സ്നേഹം എനിക്ക് വേണ്ടി നീ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ എൻ്റെ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ അവളെ ഒഴിച്ചു നിർത്തി ബാക്കിയുള്ളവരെ ഓർക്കുമ്പോൾ നിനക്ക് അനുവാദം തരാനും തോന്നിയില്ല. അത് തന്നെ ആയിരുന്നു അമ്മേ എൻ്റെ അവസ്ഥ. പക്ഷെ അവളുടെ കാത്തിരിപ്പ്, അവളുടെ സ്നേഹം, അത് കണ്ടില്ലെന്ന് നടിച്ച് മറ്റൊരു പെൺകുട്ടിയെ സ്വീകരിക്കാനും കഴിയുന്നില്ല. അറിയാം മോനെ, ഞാൻ പാറുവിനെ ചോദിക്കുമ്പോഴും നിന്റെ കണ്ണിൽ ആശങ്കയായിരുന്നു. അത് കാണാഞ്ഞിട്ടല്ല ഞാൻ. ഒക്കെയും മറന്ന് നല്ലൊരു ജീവിതം നിനക്ക് കിട്ടുമെങ്കിൽ അതാണ് നല്ലതെന്ന് തോന്നി. പക്ഷെ അവിടെയും ദൈവം അവളുടെ കൂടെയാ. ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ വിധി നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയില്ല. നീ ഇങ്ങനെ സ്വയം ഉരുകിത്തീരുന്നത് കാണാനും എനിക്ക് കഴിയില്ല. ഇപ്പോൾ ദുഷ്ടക്കൂട്ടങ്ങളൊന്നും അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് അരുണിൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടി. നീ പോയി അവളെ ഒന്ന് കാണ്. മനസ്സ് തുറന്നൊന്ന് സംസാരിക്ക്. നിന്റെ പെണ്ണായി ഈ കളരിക്കൽ തറവാട്ടിലേക്ക് ക്ഷണിക്ക്. അവൾ വരും. അമ്മേ. അതേടാ, നല്ല മനസ്സോടെ തന്നെയാ പറയുന്നേ. നീ അവളെ കൊണ്ടുവാ. എനിക്കെൻ്റെ മരുമോളെ, അല്ല മോളെ കാണാൻ കൊതിയായി. അമ്മേ. അരുൺ അവരുടെ തോളിൽ ചാരി കുഞ്ഞുങ്ങളെപ്പോലെ കരഞ്ഞു. അവർ അവൻ്റെ തലയിൽ മെല്ലെ തഴുകി. ചെല്ലട ചെക്ക, പോയി ആ കാന്താരിയെ കണ്ടിട്ട് വാ. അവൻ ആ നിമിഷം ദേവുവിനെ കാണാൻ അവളുടെ അരികെ പറന്നെത്താൻ കൊതി തോന്നി. തുടരും. എങ്ങനെയുണ്ടടോ?